ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ. Yes, clear ആണ്. ഓഫ്ലൈൻ എല്ലാവരല്ലോ എന്താ സാറേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഞാൻ വോയിസ് ക്ലിയർ. ക്ലിയർ ആണ്. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ആ ഒരു ബേസിക് യൂസർ ഇന്റർഫേസും ഒരു ഡാറ്റാ സോഴ്സിൽ നിന്ന് ഡാറ്റ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി. നമ്മൾ ഏത് ഡാറ്റാ സോഴ്സ് യൂസ് ചെയ്ത്? എക്സലിൽ നിന്ന് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡാറ്റ എങ്ങനെ പവർ ബിയിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കി. അതിനുശേഷം ആ ഫയൽ അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സേവ് ചെയ്ത് വെച്ചു. പിന്നെ ഡാറ്റ ടൈപ്പ് എന്താണെന്നും ഡാറ്റ ഫോർമാറ്റിനെ ജസ്റ്റ് ബേസിക് കൺസെപ്റ്റ് മാത്രം ചെക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. തിയറിറ്റിക്കൽ പാർട്ട് മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്കിനി വീണ്ടും എന്ത് ചെയ്യണം? ആ സെയിം ഫയല് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യണം. നിങ്ങൾ ഒട്ടുമിക്ക പേരും എങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക? പുതിയൊരു പവർ ബി ഓപ്പൺ ചെയ്തിട്ട് അവിടെ റീസണിൽ കാണാൻ പറ്റും. അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഓൺ ആകുകയൊക്കെ ചെയ്യും. പക്ഷെ ഇഷ്യൂ മീൻസ് നിങ്ങളിപ്പോ ഒരു ലോങ് ലാസ്റ്റിംഗ് വർക്ക് ചെയ്യുന്ന ഫയൽ ആണെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ മേ ബി എന്താവും, റീസെന്റ് ചിലപ്പോൾ റീഫ്രഷ് ആകാം. അപ്പോൾ ഫയൽ എവിടെ സേവ് ചെയ്ത് വെച്ചതിൽ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും ഫയൽ നിങ്ങൾ ലോക്കലി എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യുക. റീസെന്റ് യൂസിന് തെറ്റൊന്നുമല്ല, പക്ഷെ അത് എവിടെയാണെന്ന് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. അത് ഒഴിവാക്കാൻ ഞാൻ ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഡോക്യുമെന്റ്സിന്റെ അകത്ത് ഈ April_25 എന്നുള്ള രീതിയിലായിരുന്നു സേവ് ചെയ്ത് വെച്ചത്. അതൊരു .pb.ix ഫയലായിട്ട് സേവ് ആയിട്ടുണ്ടാവുക. അതിന്റെ മുകളിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ സേവ് ചെയ്ത ഫയൽ നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ആവുകയും ചെയ്യും. അതിന്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡാറ്റ ലോഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് കാണാനും പറ്റും. നമ്മൾ ലോഡ് ചെയ്ത് ഈസി ടേബിൾ അവിടെ കാണാനും പറ്റും. എപ്പോഴും ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് പഠിക്കുക. പിന്നെ ഓപ്പൺ ആയതിനു ശ്രദ്ധിക്കുക, ഒരു പേരിൽ ഒരു പവർ ബിയുടെ ഫയൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളത് എൻഷുർ ചെയ്യുക. നിങ്ങൾ അറിയാതെ ഇതിന് മുകളിൽ മൾട്ടിപ്പിൾ ടാപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഒന്നിൽ കൂടുതൽ ഫയൽ ഓപ്പൺ ആവും. ഞാൻ ഒന്നുകൂടി ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ എന്താവും, ഇതേ പേരിൽ അടുത്തൊരു പവർ ബിയുടെ ഫയൽ കൂടെ ഓപ്പൺ ആവുന്നുണ്ടാവും. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പം ഒരേ പേരിൽ എത്ര ഫയൽ ഓപ്പൺ ആയി? 2 ഫയൽ ഓപ്പൺ ആയി. എപ്പോഴായിരിക്കും നമ്മൾ ഇഷ്യൂ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവുക? ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. സേവ് ചെയ്യാൻ പോകുമ്പോൾ ഇഷ്യൂ ആവും. മെഷീനിന് മനസ്സിലാവില്ല. ഒരേ പേര് 2 ഫയൽ ഓപ്പൺ ആക്കിയിട്ട് സേവ് ചെയ്യാൻ നോക്കിയാൽ അത് ഏതെങ്കിലും പ്രോഗ്രാം സപ്പോർട്ട് ചെയ്ത് തരുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ മേ ബി സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ ഇഷ്യൂസ് ഒഴിവാക്കാൻ എപ്പോഴും ഒരു പേരിൽ ഒരു ഫയൽ മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളത് എൻഷുർ ചെയ്യും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിവിടെ സേവ് കൊടുത്തു, കൺട്രോൾസ് കണ്ടോ, അൺഎബിൾ ടു സേവ് ഡോക്യുമെന്റ്സ്. എന്താ പറയുന്നത്, ഈ ഒരു ലൊക്കേഷനിലെ ഫയൽ ഓൾറെഡി വേറെ പ്രോഗ്രാമിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ. അപ്പോൾ സേവ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്താൽ അത് സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്താൽ മാത്രമേ മറ്റേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും എൻഷുർ ചെയ്യുക, ഒരു പേരിൽ ഒരു ഫയൽ മാത്രം ഓപ്പൺ ചെയ്യുന്നുള്ളത്. അത് എൻഷുർ ചെയ്യാൻ നിങ്ങൾ ഒന്നും വേണ്ട, ജസ്റ്റ് താഴെ ടാസ്ക് ബാറിൽ വന്നിട്ട് നിങ്ങളുടെ പവർ ബിഡ് ഐക്കണിന് മുകളിൽ നിന്ന് ജസ്റ്റ് മൗസ് പോയിന്റർ ഹോവർ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പേരിൽ ഒരൊറ്റ ഫയൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് വരുത്തി വെക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ക്ലാസ് കഴിയുമ്പോൾ സേവ് ചെയ്യുമ്പോഴാണ് ഇവരിത് കാണുന്നത്. ആ ഒരു ഇഷ്യൂ ആദ്യം ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു പോവുകയാണ്. ഓക്കെ. സാറേ ഓപ്പൺ ചെയ്യണ ഒരു ഇട്ടോ കാണിച്ചു തരുമോ ഫയൽ? എന്താണ് അജിത്ത് ക്ലിയർ ആയി? ഫയൽ ഓപ്പൺ ചെയ്യണ ഒരു ഇട്ടോ ഒന്ന് കാണിച്ചു തരുമോ? ജസ്റ്റ് ഇന്നലെ എവിടെയാണോ അജിത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പാത്തിൽ പോയി കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ കാണാൻ പറ്റും. ഒരു .pbix ഫയൽ. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഡബിൾ ടാപ്പ് മാത്രം ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ആ ഫയലിന്റെ പേരും കാണാൻ പറ്റും. ലാസ്റ്റ് സേവ് ചെയ്ത ഡേറ്റും ടൈമും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഫയൽ മിസ്സായി പോയി, സേവ് ചെയ്യാതെ തന്നെ അറിയാതെ ക്ലോസ് ആയി പോയി, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും?
ഇത് റിക്കവർ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ റിക്കവർ ചെയ്യുന്നത് കാണിച്ചു തരാം. റിക്കവർ ചെയ്യാൻ നേരെ ഫയൽ ടാബിലോട്ട് വരുമോ. ഫയൽ ടാബിൽ വന്നിട്ട് താഴത്തോട്ട് വരുമ്പോൾ അവിടെ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് കാണാൻ പറ്റും. എല്ലാവർക്കും അവൈലബിൾ അല്ലേ? അത് സെലക്ട് ചെയ്യാം. അല്ല അവിടെ എന്ത് കാണാൻ പറ്റും? ഓപ്ഷൻസ്. ഇത് ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. റിക്കവറി ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ താഴത്ത് ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എല്ലാവർക്കും ഇത്രയും ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ എല്ലാവരും ഇത്രയും ചെയ്ത് കഴിഞ്ഞോ? സർ. ഓക്കെ. അതില് ആ ഗ്ലോബലിന്റെ താഴത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സേവ് ആൻഡ് റിക്കവർ. അവൈലബിൾ ആണ്. ഓക്കെ, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഓട്ടോ റിക്കവറി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്റ്റോർ ഓട്ടോ റിക്കവറി ഇൻഫോർമേഷൻ ഇൻ എവരി 1 മിനിറ്റ് എന്നായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. സോറി, 10 മിനിറ്റ് എന്നായിരിക്കും ഉണ്ടാവുക. അത് മാറ്റിയിട്ട് ജസ്റ്റ് 1 ആക്കി പോകും. ഇത് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അവിടെ ആ ഫയൽ സേവ് ചെയ്തു എന്നുള്ളത് പറഞ്ഞേക്കും. ഹലോ സാർ. ആ പറഞ്ഞോളൂ. സാർ ഒന്നുകൂടിയും പറയാമോ? ഞാൻ ഇപ്പൊ കേറിയതുള്ളൂ, കണക്ഷൻ കിട്ടായിട്ടേന്. ഓക്കെ, അതായത് നമ്മൾ റിക്കവറി ഓപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളതാണ് കാണിച്ചത്. അത് ഇൻ കേസ് ഫയൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ അത് എങ്ങനെ റിക്കവർ ചെയ്യണം, അത് പ്രോപ്പറായിട്ട് റിക്കവറി വർക്ക് ആകുന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് പറയുന്നത്. അതിന് നേരെ ഫയൽ ടാബിലോട്ട് വരുമോ. പവർ ബി ഐയുടെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് എന്ത് കാണാൻ പറ്റും? ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് എന്ത് കാണാം? ഓപ്ഷൻസ്. അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിന് താഴത്തോട്ട് വരുമ്പോൾ അവിടെ സേവ് ആൻഡ് റിക്കവർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സേവ് ആൻഡ് റിക്കവർ. അതിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റും സ്റ്റോർ ഓട്ടോ റിക്കവർ ഇൻഫോർമേഷൻ എവറി 10 മിനിറ്റ് എന്നായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ ജസ്റ്റ് എന്താക്കിയിട്ട് മാറ്റോ 1 മിനിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ അതിന്റെ താഴെ ഒരു ഓപ്ഷൻ അൺടിക്ക് ആയിട്ട് ഉണ്ടാവും, കീപ് ദ ലാസ്റ്റ് ഓട്ടോ റിക്കവറി വേർഷൻ ഇഫ് ഐ ക്ലോസ് വിത്തൗട്ട് സേവിങ്. ഇൻ കേസ് നമ്മൾ അറിയാതെ അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും അത് അവിടെ റിക്കവേർഡ് ആയിക്കോട്ടെ എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാൻ, ടിക്ക് ചെയ്യാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ടിക്ക് ചെയ്താൽ കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി അതിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ഓട്ടോ റിക്കവറി ഫോൾഡർ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓട്ടോ റിക്കവറി ഫോൾഡർ ഓപ്പൺ ആയിട്ട് കാണാം. ഇത് കണ്ടോ, ഓരോ മിനിറ്റ് കഴിയുന്നതോറുമില്ല ആ ഫയൽ അവിടെ സ്റ്റോർ ചെയ്യുന്ന കാണാൻ പറ്റുന്നതാണ്. അതിൽ ടൈം നോക്കിയിട്ട് വേണം ഏതാണ് നിങ്ങളുടെ ഫയൽ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാൻ. ടൈം നോക്കിയാൽ ഓരോ മിനിറ്റ് കൂടുമ്പോൾ എന്താ ഓരോ പുതിയ ഫയൽ അതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ടാവും. അപ്പോൾ ടൈം നോക്കിയിട്ട് വേണം അതവിടെ ചൂസ് ചെയ്ത് വെക്കാൻ. ഓക്കെ, അപ്പോൾ ആ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുന്ന ശേഷം എന്ത് പാസ് ചെയ്യുക, താഴെ ഓക്കെ പാസ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇൻ കേസ് സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ച് പവർ ബി ക്ലോസ് ആയി കഴിഞ്ഞാലും ഫയൽ മേ ബി അവിടെ എന്താ റിക്കവേർഡ് ആകാം. റിക്കവേർഡ് ആകാമെന്നേ പറയുന്നുള്ളൂ, എപ്പോഴും അത് അവിടെ ഉണ്ടാവണമെന്നില്ല. മേ ബി അതിലും ചെറിയ രീതിയിൽ ഇഷ്യൂസ് കാണുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് വെച്ചെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാം. അതിനാണ് അവിടെ ഡേറ്റും ടൈമും വരെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് കൺട്രോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഇന്നത്തെ ഡേറ്റും ഇന്നത്തെ ടൈമും ആവും കണ്ടോ. വെറുതെ കൺട്രോൾ എസ് കൊടുത്തിട്ട് എണീച്ച് പോകരുത്. അതവിടെ അപ്ഡേറ്റ് ആയോ നോക്കിയിട്ട് മാത്രം സിസ്റ്റത്തിൽ നിന്ന് എണീച്ചിട്ട് പോവാട്ടോ. ഇപ്പൊ എല്ലാവരും ആ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ എല്ലാവരും ആ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞോ? യെസ് സർ, ചേഞ്ച് ചെയ്തു. ഓക്കെ. ക്ലാസ് പറയുന്നത് സ്പീഡ് ആവുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റാതെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ. അല്ലെങ്കിൽ വേറൊരു ട്രെയിനർ എൻ്റെ അടുത്ത് പെട്ടെന്ന് വരുമ്പോൾ എൻ്റെ സ്പീഡും എൻ്റെ സ്റ്റൈലൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ടൈം തന്നെ ഇൻഫോം ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതാണെങ്കിൽ അത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും കാലം വേറെ ട്രെയിനറിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ട് അതൊരു 1 വീക്ക് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാട്ടോ. ഓക്കെ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ
ഏത് ഡാറ്റാ സോഴ്സിന് ഡാറ്റ കണക്ട് ചെയ്ത് എക്സൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ടേബിൾ മാത്രം പവർ ബിയുടെ ലോഡ് ചെയ്ത്. പവർ ബിയുടെ എത്ര ടൈപ്പ് ഓഫ് വ്യൂസ് ഉണ്ട് പവർ ബിയുടെ അകത്ത്? 3 വ്യൂസ്. ഏതൊക്കെയാ? റിപ്പോർട്ട് വ്യൂ, ടേബിൾ വ്യൂ, മോഡൽ വ്യൂ. അതാണ് പവർ ബിയുടെ അകത്ത് വരുന്ന 3 വ്യൂസ്. ഇവിടെ കാണുന്ന ഇതിനൊക്കെ വിളിക്കുന്ന പേരെന്താണ്? പെയിൻസ്. ഡാറ്റ പെയിൻ, ബിൽഡ് പെയിൻ. അതിന് മുകളിൽ തന്നെ പേരുണ്ടാവും. ഇതിന്റെ പേരാണ് ഡാറ്റ പെയിൻ. തൊട്ടടുത്ത് കാണുന്നതാണ് ബിൽഡ് പെയിൻ. ബിൽഡ് പെയിൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷെ ഡാറ്റ പെയിൻ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് ഏതൊക്കെ ഡാറ്റാസ് അവിടെ അവൈലബിൾ ആണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആ ഡാറ്റ പെയിന്റെ മുകളിൽ വന്നിട്ട് അവിടെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലോഡ് ചെയ്ത് ആ ടേബിളിന്റെ പേര് കാണാൻ പറ്റും. ഈസി ടേബിൾ. നമ്മൾ ജസ്റ്റ് മൗസ് പോയിന്റർ ഹോവർ ചെയ്യുന്ന സമയത്ത് ടേബിളിന്റെ പേര് കാണാൻ പറ്റും. അത് ഏത് സ്റ്റോറേജ് മോഡാണെന്ന് കാണാൻ പറ്റും. ഡാറ്റ റീഫ്രഷ് ചെയ്ത് ഡേറ്റും ടൈമും കാണാൻ പറ്റും. എല്ലാവർക്കും ഡാറ്റ റീഫ്രഷ് ചെയ്ത ഡേറ്റും ടൈമും ഏതാ ഉള്ളത്? ഇന്നത്തെ ഡേറ്റ് ആണോ ഇന്നലത്തെ ഡേറ്റ് ആണോ? എല്ലാവർക്കും ഇന്നലത്തെ ഡേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവല്ലേ. എന്തുകൊണ്ടാ? ഡാറ്റ നമ്മൾ എപ്പോഴാണ് കണക്ട് ചെയ്തത്? ഇന്നലെ. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും കാണുന്നുണ്ടാവുക. നമ്മളൊരു 5 വർഷം കഴിഞ്ഞിട്ട് ഈ ഫയൽ ഓപ്പൺ ചെയ്താൽ എന്തായിരിക്കും? നമ്മൾ എപ്പോഴാണോ അവസാനമായിട്ട് കണക്ട് ചെയ്ത് ആ ഡേറ്റ് ആയിരിക്കും. ഇന്നത്തെ ഡേറ്റ് ഒരിക്കലും അത് ഡിസ്പ്ലേ ചെയ്യില്ല. ഓക്കെ, അതിന് തൊട്ട് മുകളിൽ കാണാൻ പറ്റും സ്റ്റോറേജ് മോഡ്. എന്താണ് പറയുന്നത്? ഇമ്പോർട്ട് എന്നാണ് എഴുതി കാണിക്കുന്നല്ലേ. എന്തായിരിക്കും സ്റ്റോറേജ് മോഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ആ ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡാറ്റ എങ്ങനെയാണ് പവർ ബി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരാളുടെ പേരാണ് ഇമ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ഡാറ്റാ സോഴ്സിൽ നിന്ന് ഡാറ്റ എങ്ങനെയാണ് പവർ ബി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് എന്ത് കോൾ ചെയ്യുക? സ്റ്റോറേജ് മോഡ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന അടുത്തൊരു ടേം ഉണ്ട്, ഡാറ്റ കണക്ടിവിറ്റി മോഡ്. ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഡാറ്റാ സോഴ്സ്. എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇമ്പോർട്ട് എന്നാണ് മെഷീൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതൊരു സ്റ്റോറേജ് മോഡ് അല്ലെങ്കിൽ ഒരു ഡാറ്റ കണക്ടിവിറ്റി മോഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇമ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇമ്പോർട്ട് മോഡ് എനിക്ക് അതന്നെ, ഒരു ഡാറ്റാ സോഴ്സിന് ഡാറ്റ ഡയറക്ട്ലി എങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു? പവർ ബിയുടെ മെമ്മറി സ്പേസിലോട്ട് അങ്ങ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നു. അതിനാണ് ഇമ്പോർട്ടിന്റെ കൺസെപ്റ്റ്. ഇപ്പം ഡാറ്റാ സോഴ്സിലും ഡാറ്റയുണ്ട്, പവർ ബിയുടെ മെമ്മറി സ്പേസിലും ഡാറ്റയുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ്സിൽ കണക്ട് ചെയ്തത് ഡെസ്ക്ടോപ്പ്, പവർ ബി ഐ, പവർ ക്വറി. ഈ ഒരു എക്സൽ വർക്ക് ബുക്കില് ഈ ഒരു ടേബിളായിരുന്നു നമ്മൾ കണക്ട് ചെയ്തല്ലേ. അപ്പൊ ഇവിടെയൊക്കെ ഡാറ്റയുണ്ട്, ഈ എക്സൽ വർക്ക് ബുക്കിലും ഡാറ്റയുണ്ട്, പവർ ബിയുടെ മെമ്മറി സ്പേസിലും ഡാറ്റയുണ്ട്. ആ രീതിയിൽ ഡാറ്റ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമ്പോർട്ട് മോഡ്. ഇനിയിപ്പോ നമുക്ക് ഒറിജിനൽ ഡാറ്റാ സോഴ്സിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഒരു പെട്ടെന്ന് എനിക്കൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണം, ഒറിജിനൽ ഡാറ്റാ സോഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി എവിടെയുണ്ട് ഇത്? പവർ ബിയുടെ അകത്തുണ്ട്. ആ ഡാറ്റ കാണണമെങ്കിൽ നമുക്ക് നേരെ എങ്ങോട്ട് വന്നാൽ മതി? ടേബിൾ വ്യൂവിൽ വന്നാൽ മതി. ഇനി എനിക്ക് ഈ ടേബിളിന്റെ കൂടെ ഒരു എക്സ്ട്രാ കോളം ക്രിയേറ്റ് ചെയ്യണം. സെല്ലിംഗ് പ്രൈസും ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? പവർ ബിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കത് അവിടെ ചെയ്യാം. ആ ഡാറ്റാ സോഴ്സിന്റെ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല അല്ലേ. എനിക്ക് വേണം എന്ത് ചെയ്യാം? പ്രോഫിറ്റിൽ നിന്ന് വേണമെങ്കിൽ റവന്യൂ സബ്സ്ട്രാക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ റവന്യൂവിൽ നിന്ന് പ്രോഫിറ്റ് സബ്സ്ട്രാക്ട് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുതിയ കോളം ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലെ കോളത്തിലെ വാല്യൂസിനെ എനിക്ക് എന്ത് ചെയ്യാം? ഫിൽട്ടർ ചെയ്യാം. ഇത് വെച്ചിട്ട് എനിക്ക് വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാം? ഈ ഡാറ്റ വെച്ചിട്ട് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ അകത്ത് എനിക്ക് പവർ ബിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡാറ്റയുടെ അകത്ത് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാം, കോളം വേണമെങ്കിൽ കോളം ക്രിയേറ്റ് ചെയ്യാം, വാല്യൂസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫിൽട്ടർ ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് ഇതിന്റെ അകത്ത് ചെയ്യാം. എന്തുകൊണ്ടാ? ഡാറ്റ ഇവിടെ കിടക്കുന്നുണ്ട്, പവർ ബിയുടെ മെമ്മറി സ്പേസിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാറ്റ കണക്ടിവിറ്റി മോഡ് വിളിക്കുന്ന പേരാണ് ഇമ്പോർട്ട് മോഡ്. അതായത് ഒറിജിനൽ ഡാറ്റാ സോഴ്സിലെ ഡാറ്റയുടെ കോപ്പി എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? പവർ ബിയുടെ മെമ്മറി സ്പേസിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു കണക്ടിവിറ്റി മോഡിന് കോൾ ചെയ്യുന്ന പേരാണ് ഇമ്പോർട്ട് മോഡ്. ഇമ്പോർട്ട് മോഡിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? അത് തന്നെ എന്തായിരിക്കും? നമുക്ക് പവർ ബിയിൽ എല്ലാ ഫീച്ചേഴ്സും അതിന്റെ അകത്ത് യൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്?
ഡാറ്റ പവർ ബിയുടെ അകത്ത് എത്തി. ഡാറ്റ പവർ ബിയുടെ അകത്ത് എത്തി എന്ത് ചെയ്യാം? നമുക്ക് അതിൽ പിന്നെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണും ഒരാളുടെ കയ്യിൽ ഐഫോണും. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുവാണ്, ഐഫോണിൽ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു. അപ്പോൾ ആ ഫോട്ടോ എവിടെ മാത്രമേ കിടക്കുന്നുള്ളൂ? ഐഫോണിൽ മാത്രം. അതിൽ ആൻഡ്രോയിഡിലെ ഫീച്ചർ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? പോസിബിൾ അല്ല. അതിന് പകരം അവരെന്ത് ചെയ്യും? ആ ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരും. ഇപ്പൊ എന്തായി? എടുത്ത ഫോണിൽ ഫോട്ടോ ഉണ്ട്, ബാക്കി എല്ലാവരുടെ ഫോണിലും ഫോട്ടോ ഉണ്ട്. എന്ത് ചെയ്യാം? ഓരോ ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അത് വെച്ചിട്ട് ആ ഫോട്ടോനെ അവർക്ക് അവരുടെ ഇഷ്ടം പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അല്ലേ? അവർക്ക് മറ്റേ ആവശ്യമുണ്ടോ അവിടെ? ഇനി ഇല്ല. അതാണ് ആക്ച്വലി ഇമ്പോർട്ട് മോഡിന്റെ കൺസെപ്റ്റ്. അതായത് ഡാറ്റ പവർ ബിയുടെ എത്തി. ഇനി പവർ ബിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ഈ ഡാറ്റയുടെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതും വളരെ ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഡാറ്റ പവർ ബിയുടെ അകത്തുണ്ട്. എന്ത് ചെയ്യാം? ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അതാണ് ആ ഒരു മോഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഞാൻ ഇന്നലെ എന്റെ കയ്യിലുള്ള ഈ എക്സൽ ഫയൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. എന്റെ കയ്യിലും ഉണ്ട്, ഡാറ്റ നിങ്ങളുടെ സിസ്റ്റത്തിലും ഉണ്ടല്ലേ. ഇനിയിപ്പോ എന്റെ കയ്യിൽ ഈ ഡാറ്റ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് അതിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതാണ് ആക്ച്വലി ഇമ്പോർട്ട് മോഡിന്റെ കൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, വലിയൊരു ലിമിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആ ലിമിറ്റേഷൻ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഇമ്പോർട്ട് മോഡ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയി എല്ലാവർക്കും? ഓൺലൈനിൽ ക്ലിയർ ആയി എന്താണ് ഇമ്പോർട്ട് മോഡ് എന്നുള്ളത്? യെസ്, ക്ലിയർ ആണ്. യെസ് സർ. അങ്ങനെയാണെങ്കിൽ അതിന് വലിയൊരു ലിമിറ്റേഷൻ അത് ഫേസ് ചെയ്യും. പറഞ്ഞോളൂ. ഇമ്പോർട്ടന്റ് അതൊന്നുകൂടി പറയൂ. ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാ സോഴ്സിലെ ഒരു ഡാറ്റയുടെ എക്സാക്ട് കോപ്പി അതുപോലെ നമ്മൾ പവർ ബിയുടെ മെമ്മറി സ്പേസിലോട്ട് അങ്ങ് മാറ്റി വെക്കുന്നു. ഇപ്പൊ നമ്മുടെ ഡാറ്റയിൽ ഈ ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിൾ ഞാൻ അതുപോലെ എടുത്തിട്ട് എവിടെ മാറ്റി വെച്ചു? പവർ ബിയുടെ മെമ്മറി സ്പേസിലോട്ട് മാറ്റി വെച്ചു. ആ ഒരു കണക്ടിവിറ്റി മോഡ് അല്ലെങ്കിൽ സ്റ്റോറേജ് മോഡിന് വിളിക്കുന്ന പേരാണ് ഇമ്പോർട്ട് മോഡ്. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. ആള് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തയാണോ? എന്താ? ഓക്കെ. എന്താ സർ ഇമ്പോർട്ട് മോഡ് കേട്ടില്ലായിരുന്നു? ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണോ, അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതാണോ? അല്ല, എനിക്ക് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ വോയിസ്? ഇല്ലല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓൺലൈൻ ആർക്കെങ്കിലും എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ടൈമിലൊന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. എനിക്കിവിടെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇഷ്യൂസ് വരുന്നുണ്ട് ആ സമയം തന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ട് മോഡ് ഫേസ് ചെയ്യുന്ന വലിയൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? വലിയൊരു ലിമിറ്റേഷൻ അത്. സ്റ്റോറേജ് ആണോ? സ്റ്റോറേജ് ഒരു ഇഷ്യൂ ആണ്. സ്റ്റോറേജിനെക്കാളും മറ്റൊരു വലിയ ഇഷ്യൂ അവിടെ ഫേസ് ചെയ്യുന്നത്. സ്റ്റോറേജ് ഒരു ഇഷ്യൂ തന്നെയാണ്. ടൈം വേറൊന്നും കൂടി. കൺസംഷൻ. ടൈം കൺസപ്ഷൻ അല്ല. ഇപ്പം ഡാറ്റ എവിടെയുണ്ട്? പവർ ബിയുടെ മെമ്മറി സ്പേസിലുണ്ട്, അതിന്റെ ഒറിജിനൽ ഡാറ്റാ സോഴ്സിലുണ്ട്. ഡ്യൂപ്ലിക്കേഷൻ. എങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ? ലൈക് സെയിം ഡാറ്റ തന്നെ വീണ്ടും വരുമ്പോ വീണ്ടും അത്. അല്ല, അതല്ല. ഇതില് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്ര റോസ് ഉണ്ട്? 17 റോസ് ഉണ്ടല്ലേ. അത് ഒന്ന് ഹെഡർ ആണ്, അത് കുറച്ച് കഴിഞ്ഞാൽ 17 റോ. പവർ ബിയുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ആൾക്കാരുണ്ട്? 17 റോസ്. എപ്പോഴും ഈ ഒരു ഡാറ്റ സ്റ്റാറ്റിക് ആയിരിക്കും. സെയിൽസിന്റെ ടേബിളൊക്കെ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓരോ സെയിൽ കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? റോസ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ക്ലയന്റ് പറയാണ്, ഞാനിക്ക് ഇവിടെ 18 റോ വേണ്ട, ജസ്റ്റ് ഒരു 10 റോ മതി. അപ്പം ഒറിജിനൽ ഡാറ്റാ സോഴ്സിൽ അവരെന്താക്കി? 10 റോ ആക്കിയിട്ട് ചുരുക്കി. പോലെ ചേഞ്ച് വന്നു? ഇല്ല. അതാണ് അത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ലിമിറ്റേഷൻ. അത് ഒറിജിനൽ ഡാറ്റാ സോഴ്സിൽ ഡാറ്റയ്ക്ക് പോലെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി എവിടെ കാണാൻ പറ്റില്ല? പവർ ബിയുടെ അകത്ത് നമുക്ക് റിയൽ ടൈം ഡാറ്റ ഡയറക്ട്ലി ഒരിക്കലും ആക്സബിൾ ആയിരിക്കില്ല. ഇവിടെ ചേഞ്ച് വന്ന ഉടനെ നമുക്ക് പവർ ബിയിൽ ചേഞ്ച് കണ്ടോ? ഇല്ല. അതായത് ഇവിടെ 17 റോ ഉണ്ടായത്
ഇവിടെ എത്രയാക്കി 10 റോ ആക്കിയിട്ട് ചുരുക്കി. പക്ഷെ ആ ചേഞ്ച് എന്തായില്ല, ഡയറക്ട്ലി പവർ ബിയുടെ അകത്ത് വന്നില്ല. അതൊരു ലിമിറ്റേഷൻ തന്നെയല്ലേ? പക്ഷെ ആ ലിമിറ്റേഷൻ Yes. നമുക്ക് അവിടെ അത് ഓവർകം ചെയ്യണം. പറഞ്ഞോളൂ. നമുക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ ഡാറ്റ അത് ആ ഡാറ്റ Yes. മാത്രമേ പവർ ബിയിൽ ഉണ്ടാവുള്ളൂ. ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ പവർ ബിയിലോട്ട് വരും. പിന്നെ അതിൽ റോസ് ആഡ് ചെയ്താലോ ഓരോ പ്രാവശ്യവും കുറച്ച് അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റീലോഡ് ചെയ്യേണ്ടി വരും അല്ലേ? റീലോഡ് ചെയ്യണ്ട, അതെങ്ങനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പം എന്താണ് Okay. ലിമിറ്റേഷൻ എന്ന് മനസ്സിലായോ? അപ്പം ഈ ലിമിറ്റേഷൻ Yes. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓവർകം ചെയ്യേണ്ടി വരും. അത് ഓവർകം ചെയ്യാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് റീഫ്രഷ് ടെക്നിക്. ഡാറ്റയിൽ എന്ത് ചെയ്യുക? റീഫ്രഷ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് റീഫ്രഷ് ഡേറ്റ്. നമ്മൾ ഇതുവരെ റീഫ്രഷ് ചെയ്തില്ല, ലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അവിടെ ഒരു റീഫ്രഷോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒറിജിനൽ ഡാറ്റ സോഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ച് അതുപോലെ പവർ ബിയിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ആര് യൂസ് ചെയ്യുക? റീഫ്രഷ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ചേഞ്ച് വന്നു, ഞാൻ ഫയൽ സേവ് ചെയ്തു, ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഹോം ടാബിൽ വന്നിട്ട് ഇവിടെ കൊറി ഗ്രൂപ്പിൽ എന്ത് കാണാം? റീഫ്രഷ്. എന്തിനാണ് റീഫ്രഷ് യൂസ് ചെയ്യുന്നത്? റീഫ്രഷ് ഓൾ ടേബിൾ ടു ആക്സസ് ദ ലേറ്റസ്റ്റ് ഡാറ്റ. ആ റീഫ്രഷ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ലോഡിങ് കാണിക്കുന്നുണ്ടാവും. അതിനുശേഷം ആ ചേഞ്ചസ് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ലിമിറ്റേഷൻ എന്താണ്? ഡയറക്ട്ലി നമുക്ക് റിയൽ ടൈം ഡാറ്റ ആക്സബിൾ ആയിരിക്കില്ല. അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യാം? റീഫ്രഷ് ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യാം. കണ്ടോ? ഞാൻ ഒറിജിനൽ ഡാറ്റയിൽ പോയിട്ട് അവിടെ ചേഞ്ചസ് വരുത്തി വീണ്ടും സെയിം ഫയൽ ഓപ്പൺ ചെയ്തു. ഞാൻ ഇവിടെ വീണ്ടും റോസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു, 18 റോസ് ആക്കിയിട്ട് മാറ്റി. ഫയൽ പ്രോപ്പർലി സേവ് ചെയ്യണം കേട്ടോ. എക്സൽ ആകുമ്പോൾ സേവ് ചെയ്തു, ഫയൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഞാൻ പവർ ബിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും റീഫ്രഷ് ചെയ്തു. അപ്പൊ അവിടെ റോസ് വീണ്ടും ആഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് റീഫ്രഷ് ചെയ്യുന്നത്? ക്ലിയർ ആയോ? അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി റീഫ്രഷ്. ഫസ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്യാം. റോസിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ടേബിളിന്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് എൻഡ് കോർണറിൽ ഇതുപോലൊരു ഐക്കൺ കാണാൻ പറ്റും. ഐക്കണിന് മുകളിൽ മൗസ് പോയിന്റർ വെക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് റോസിന്റെ എണ്ണം മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഫയൽ സേവ് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പവർ ബിയുടെ അകത്ത് വന്നിട്ട് റീഫ്രഷ് ചെയ്യുക. അപ്പൊ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓൺലൈൻ പ്രോപ്പർലി റീഫ്രഷ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, പ്രോപ്പർലി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം. ഇനി ആർക്കെങ്കിലും റീഫ്രഷ് വർക്ക് ആവുന്നില്ലെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ആ റോസ് റിമൂവ് ആക്കുമെന്നാണ് പറഞ്ഞത്. ഇതാണ് എക്സൽ ആണോ? ആ ഓക്കെ. എക്സലില് ഇപ്പം ടേബിൾ ആണെങ്കിൽ ആ ടേബിളിന്റെ ഏറ്റവും റൈറ്റ് എൻഡ് കോർണറിൽ ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഉം. അവിടെ മൗസ് പോയിന്റർ പോയി കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐക്കൺ ആയിട്ട് വരും. അതെടുത്തിട്ട് ജസ്റ്റ് കോളത്തിന്റെ എണ്ണം റെഡ്യൂസ് ചെയ്ത് വെച്ചാൽ മതി. സോറി, കോളല്ല, റോസിന്റെ എണ്ണം. കോളത്തിന്റെ എണ്ണം ചേഞ്ച് ചെയ്യരുത്. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുക, ഒന്നുകിൽ ക്ലോസ് ചെയ്യുക, ഇല്ലെങ്കിൽ അതുപോലെ വെച്ചിട്ട് റീഫ്രഷ് ചെയ്യുക. എന്റെ സിസ്റ്റത്തിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ റീഫ്രഷ് വർക്ക് ആവില്ല. അത് ഓരോ സിസ്റ്റം പോലെയാണ്. ഒട്ടുമിക്ക സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്ത് വെച്ച് റീഫ്രഷ് വർക്ക് ആവാറുണ്ട്. എന്റെ സിസ്റ്റത്തിൽ അത് വർക്ക് ആവുന്നില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഞാനിവിടെ റീഫ്രഷ് കഴിഞ്ഞാൽ റീഫ്രഷ് എടുക്കില്ല കണ്ടോ? അപ്പോൾ എനിക്കത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ റീഫ്രഷ് വർക്ക് ആവൂ. നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അല്ലാതെ വർക്ക് ആവാറുണ്ട്. ഞാൻ ഈ പുതിയ സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഇഷ്യൂ ഫേസ് ചെയ്ത് തുടങ്ങി. ഓൺലൈൻ ഡൗട്ട് ചോദിച്ചാൽ ആൾക്ക് ക്ലിയർ ആയോ? ആ സാർ, എനിക്ക് പവർ ബിയിൽ റീഫ്രഷ് ആക്കുമ്പോൾ
ഇൻപുട്ട് couldn't be recognized as Excel document എന്ന് പറഞ്ഞു വന്നു. എങ്ങനെ എറർ ആണോ കാണിച്ചിരുന്നത്? ആ ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? ആ ഓൺലൈൻ ബാക്കി Visible ചെയ്ത് ആണല്ലോ. കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് അത് വരുന്നതേ ഉള്ളൂ. ഓക്കെ ആണ്. ജസ്റ്റ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് ഓക്കെ, അതൊന്ന് സ്ക്രീൻ ഒന്ന് വലുതാക്കി. ഓക്കെ, അവിടെ ഫയൽ ടാബിൽ വന്നിട്ട് ഫയൽ ടാബില്ലേ? ഉം. ഓക്കെ, അവിടെ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്, അല്ല ഡാറ്റ സോഴ്സ് സെറ്റിംഗ് ചൂസ് ചെയ്ത് ഡാറ്റ സോഴ്സ് സെറ്റിംഗ്സ്. ഓക്കെ, ജസ്റ്റ് ക്ലോസ് ചെയ്ത് ഓക്കെ, ഇനി ആ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് എക്സൽ ഫയൽ ഡൗൺലോഡ്സിന്റെ അകത്താണല്ലോ കേട്ടോ, അവിടെ നിന്ന് ഓപ്പൺ ചെയ്യും. ആ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടേക്കും. ഓക്കെ, ജസ്റ്റ് റോസിന്റെ എണ്ണം ഒന്ന് കുറച്ച് ഒന്ന് സേവ് ചെയ്ത് അത് സേവ് ആകുന്നുണ്ടോ? ഓക്കെ, സേവ്ഡ് ആയി. ഇനി ഒന്ന് അപ്പുറത്തൊന്ന് റീഫ്രഷ് ചെയ്ത് ഓക്കെ, ജസ്റ്റ് ആ ഫയൽ ടാബിലോട്ട് ഒന്നുകൂടെ വന്ന് ഫയൽ ടാബ് ക്ലോസ് ചെയ്യും. ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്, ഡാറ്റ സോഴ്സ് സെറ്റിംഗ്സ്, അവിടെ പാത്ത് കണ്ടോ? ആ പാത്ത് ഒന്ന് സെലക്ട് ചെയ്തു. താഴെ ചേഞ്ച് സോഴ്സ് കണ്ടോ? താഴെ യെസ്. അവിടെ ബ്രൗസ് ചെയ്ത് ബ്രൗസ്, എന്നിട്ട് എക്സലിന്റെ പാത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് എവിടെയില്ല എന്നുള്ളത് ഓക്കെ ഓക്കെ കൊടുത്ത് ഓക്കെ ക്ലോസ് ചെയ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ ആ ഡാറ്റാ പെയിനിൽ പോയിട്ട് ഈസി ടേബിളിന് മുകളിൽ ഒന്ന് മൗസ് പോയിന്റർ വെച്ച് ഡാറ്റാ പെയിനിൽ പോയിട്ട് ഡാറ്റാ പെയിൻ റൈറ്റ് മൗസ് സൈഡിൽ ആ ഈസി ടേബിളിന് മുകളിൽ ഒന്ന് മൗസ് പോയിന്റർ വെച്ച് ഈസി ടേബിൾ അത് റീഫ്രഷ് ആയിട്ടുണ്ടല്ലോ. റീഫ്രഷ് പക്ഷെ ആയിട്ടുണ്ടല്ലോ. കോളം റോ കൗണ്ട് മാറിയിട്ടില്ല. ജസ്റ്റ് ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് സാർ ഇത് WPS ഓഫീസ് ആയതുകൊണ്ടായിരിക്കും. എക്സൽ തന്നെ അല്ല, വേണമെന്നില്ല. അത് എക്സൽ ആയാലും തന്നെയല്ലേ. ഒന്നുകൂടെ ഗെറ്റ് ഡാറ്റ എടുത്ത് എവിടെ ഗെറ്റ് ഡാറ്റ എക്സൽ പറഞ്ഞു. അതിന്റെ ഇഷ്യൂ ആണെന്ന് സംശയമുണ്ട്. ഓക്കെ, ഓപ്പൺ. അത് അതിൽ ഓപ്പൺ ചെയ്തുകൊണ്ടാണ്, WPS ഓപ്പൺ ചെയ്തുകൊണ്ട്. അത് എക്സലിൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് തോന്നുന്നു. എന്നിട്ട് ആ രീതിയിൽ തന്നെ സേവ് ചെയ്തോ. പക്ഷെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്തായിട്ട് തന്നെ ആവുന്നില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് പാസ് ചെയ്യും. ആ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഡൗൺലോഡ്സിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് എക്സൽ ക്ലിക്ക് ചെയ്യും. എക്സൽ ലൈസറ്റ് ഗെറ്റ് സെറ്റഡ് കൊടുത്ത് ഓക്കെ, അത് ഓപ്പൺ ആവുന്നുണ്ട്. വെയിറ്റ്. ആ WPS-ലുള്ളത് ചിലപ്പോൾ ക്ലോസ് ചെയ്യേണ്ടി വരും തോന്നുന്നു. ഫയൽ അതവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് യൂസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ക്ലോസ് ആയി. ഒന്നുകൂടെ ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തൊക്കെ എക്സൽ ഒന്നുകൂടെ ക്ലോസ് ചെയ്ത് എക്സൽ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല സിസ്റ്റത്തില്. ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എപ്പോഴും ബെസ്റ്റ് എക്സലിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നുണ്ട് എക്സൽ ഫയൽസ്. ഓക്കെ, ഞാൻ മുകളിൽ എനാബിൾ എഡിറ്റിംഗ് പാസ് ചെയ്ത് അത് ക്ലോസ് ചെയ്യും.
മുകളിൽ എനേബിൾ എഡിറ്റിംഗ് ഉണ്ട്, അതും ക്ലോസ് ചെയ്തേക്കും. ഓക്കെ. ഇനി എനിക്ക് തോന്നുന്നു ഇത് ലൈസൻസ്ഡ് അല്ല, അൺലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ സേവ് ആകാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് ആരാ അപ്പൊ അതൊക്കെ അവിടെ പോകുമ്പോഴാ ഇത് മാറും. അല്ല അത് കോളം സെലക്ഷൻ ആയിട്ട് മാറുന്നു. ഇല്ല, ഇതിൽ എഡിറ്റിംഗ് എഡിറ്റിംഗ് എനേബിൾ വന്നിട്ടില്ല. ആയിട്ട് എഡിറ്റിംഗ് ഇത് വന്നിട്ടില്ല തോന്നുന്നുണ്ട്. അൺലൈസ്ഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റിൽ മുകളിൽ കണ്ടോ, അൺലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ഇല്ലേ, പ്രോപ്പർലി ലൈസൻസ്ഡ് അല്ല, അപ്പൊ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഇഷ്യൂ കൊണ്ടാണ് അത് അപ്പുറത്ത് റെക്കഗ്നൈസ് ആവാത്തത് പവർ ബി ഐയിൽ. ഒന്നിക്കലും എക്സലിന്റെ ക്രാക്ക് വേർഷനോ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ലൈസൻസ്ഡ് വേർഷൻ ട്രൈ ചെയ്ത് നോക്കും. ലൈസൻസ്ഡ് വേർഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഒരാൾ ഒറ്റക്ക് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രാക്ക് വേർഷൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത്രയും. ഒറ്റക്ക് എടുക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ലൈസൻസിന്, അതുകൊണ്ട് ആ രീതിയിൽ നോക്കണ്ട. ക്രാക്ക്ഡ് വേർഷൻ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്താൽ നോക്കിയാൽ മതി. സിസ്റ്റം വാങ്ങുമ്പോൾ അതിൽ ലൈസൻസ്ഡ് വേർഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഓൺലൈനിലാണോ പർച്ചേസ് ചെയ്ത്? അല്ല. ഒട്ടുമിക്ക സിസ്റ്റം വാങ്ങുമ്പോഴും അതിൽ തന്നെ ലൈസൻസ്ഡ് വേർഷൻ ഉണ്ടാവാറില്ലേ? ഓൺലൈൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ മേ ബി ഉണ്ടാവില്ല. ഓഫ്ലൈൻ വാങ്ങുമ്പോൾ ഓൾമോസ്റ്റ് അവരൊക്കെ ഓഫറിൽ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ റീഫ്രഷ് ചെയ്യുന്നതിൽ കൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് റീഫ്രഷ് ചെയ്യുന്നതിൽ ക്ലിയർ ആയോ? അത് മനസ്സിലായി. ഓക്കെ, അത് മനസ്സിലായാൽ മതി. ഇംപ്ലിമെന്റേഷൻ പിന്നീട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്. ആയിഷ, മുഫീദ, നിഖിൽ, ഷബാസ് ചെയ്യുന്നുണ്ടോ? എനിക്കും പർച്ചേസിംഗിന് ഇഷ്യൂ ഉണ്ട്. ഓക്കെ ഓക്കെ, ലൈസൻസിന്റെ ഇഷ്യൂ ആയിരിക്കും. എക്സൽ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഇനി ഇൻ കേസ് എഡിറ്റ് ചെയ്ത് ഫയൽ സേവ് ചെയ്യാനോ ഒന്നിക്കൽ ലൈസൻസിന്റെ വേർഷനോ അല്ലെങ്കിൽ ക്രാക്ക് വേർഷനോ മാത്രമേ ചെയ്യാൻ പറ്റൂ. അൺലൈസൻസ് പ്രോഡക്റ്റിൽ അത് പോസിബിൾ അല്ല. ഓക്കെ, എന്തിനാ റീഫ്രഷ് എന്തിനാ ചെയ്യുന്നത്? ഡാറ്റ നമ്മൾ ഇമ്പോർട്ട് മോഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഫേസ് ചെയ്യുന്ന വലിയൊരു ലിമിറ്റേഷൻ എന്താണ്? റിയൽ ടൈം ഡാറ്റ ഡയറക്ട്ലി ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ടെക്നിക്ക് യൂസ് ചെയ്യുക? റീഫ്രഷ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന റീഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ റീഫ്രഷ് ആണ്. ഇത് നമ്മൾ എന്താണ്, നമ്മൾ മാനുവലി അവിടെ ഡാറ്റ ചേഞ്ച് വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് മാനുവലി റീഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു ഓർഗനൈസേഷന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മാനുവൽ റീഫ്രഷ് നല്ലതായിരിക്കും. ഒരു ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവ് പോയിന്റിൽ നോക്കുമ്പോൾ മാനുവൽ റീഫ്രഷ് നല്ലതായിരിക്കും. അതിപ്പോ ഞാൻ പറയാണ്, ആ കമ്പനി എന്നോട് പറയാണ് അവർക്ക് രാവിലെ 10 മണിക്ക് ഡാറ്റയിൽ ചേഞ്ച് വരും, അവരുടെ ഡാറ്റാബേസിൽ ചേഞ്ച് വരും. ഉച്ചക്ക് 12 മണിക്കും അതിനുശേഷം അടുത്ത ചേഞ്ച് വരും. അടുത്തത് 2 മണിക്കും ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ 4 മണിക്കും ഈവനിങ് 4 മണിക്കും ഒരു ചേഞ്ച് ഉണ്ട്. ഒരു ദിവസം 4 തവണ അവരുടെ ഡാറ്റാബേസിൽ ഡാറ്റ അപ്ഡേറ്റ് ആവും. പക്ഷെ ഇമ്പോർട്ട് മോഡിലാണ് പവർ ബിൽ ചേഞ്ച് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? റീഫ്രഷ് ചെയ്യണം. 10 മണിക്ക് വന്ന് ചേഞ്ച് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 10 മണിക്ക് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യേണ്ടി വരും. 4 മണിക്ക് ശേഷമുള്ളത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുശേഷം വന്നിട്ട് റീഫ്രഷ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ മാനുവൽ റീഫ്രഷ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ ഓരോ അപ്ഡേഷൻ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും? റീഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്റ്റാഫിനെ ചിലപ്പോൾ അലക്കറ്റ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നാലും അത് എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. വർക്കിംഗ് ഡേയിലും നോൺ വർക്കിംഗ് ഡേയിലും അപ്ഡേഷൻ നടക്കുന്നുണ്ടാവും. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ ഈ റീഫ്രഷ് എന്ത് ചെയ്യണം? ഒരു ഓട്ടോമാറ്റഡ് പ്രൊസീജിയറിലോട്ട് കൊണ്ടുവരണം. അതിന് ചെയ്യുന്ന അടുത്തൊരു റീഫ്രഷ് ടെക്നിക് ഉണ്ട്. അതിന്റെ പേരാണ് ഷെഡ്യൂൾഡ് റീഫ്രഷ്. ആ പേരിൽ തന്നെയുണ്ട്, ഷെഡ്യൂൾ റീഫ്രഷ്. എന്തായിരിക്കും ഷെഡ്യൂൾ റീഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ഒരു ടൈം നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ ടൈം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പവർ ബി തന്നെ പവർ ബിയിലെ ഡാറ്റേനെ അത് തന്നെ എന്ത് ചെയ്യും? റീഫ്രഷ് ചെയ്തോളും. അതിനെ വിളിക്കുന്ന പേരാണ് ഷെഡ്യൂൾ. നിങ്ങൾ അലാറൊക്കെ വെക്കുന്ന പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ അലാറം വെക്കാറില്ലേ? അതേ കൺസെപ്റ്റ് തന്നെ. നമ്മൾ ടൈം പറഞ്ഞു കൊടുക്കും. ഇത് ഇന്ന ടൈം ആകുമ്പോൾ അവിടെ ഡാറ്റ അപ്ഡേറ്റ് ആവും. അപ്പോൾ പവർ ബിയിലും അപ്ഡേറ്റ് ആവണം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പവർ ബിയിൽ എന്താവും? ഡാറ്റ അപ്ഡേറ്റ് ആവും. അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഷെഡ്യൂൾ റീഫ്രഷ്.
ഇപ്പോൾ 2 ടൈപ്പ് റീഫ്രഷ് ആണ് മെയിൻ ആയിട്ടുള്ളത്, മാനുവൽ റീഫ്രഷും ഷെഡ്യൂൾഡ് റീഫ്രഷും. ഇത് എപ്പോഴായിരിക്കും യൂസ് ചെയ്യുക? ഡാറ്റ ഇമ്പോർട്ട് മോഡിലാണെങ്കിൽ മാത്രമേ നമ്മൾ റീഫ്രഷ് ടെക്നിക്ക് യൂസ് ചെയ്യൂ. ക്ലിയർ ആണല്ലോ അവർക്ക് എന്താണെന്നുള്ളത്? ഓൺലൈനിൽ ക്ലിയർ ആണല്ലോ അവർക്കും? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, ഇനിയിപ്പോൾ തിരിച്ചു വരാം.
എല്ലാവർക്കും ഇമ്പോർട്ട് മോഡ് എന്താണെന്നും റീഫ്രഷിന്റെ കൺസെപ്റ്റ് എന്താണെന്നും ക്ലിയർ ആയോ? ഓക്കെ. അതിൽ ഈ ഷെഡ്യൂൾ റീഫ്രഷ് ഇവിടെ എവിടെയും കാണാൻ പറ്റുന്നുണ്ടോ? പവർ ബൈ ഡെസ്ക്ടോപ്പിൽ എവിടെയും കാണാൻ പറ്റുന്നുണ്ടോ? അത് പവർ ബൈ ഡെസ്ക്ടോപ്പിലല്ല ചെയ്യാം, പവർ ബൈ സർവീസിൽ മാത്രമേ നമുക്ക് ഷെഡ്യൂൾ റീഫ്രഷ് പോസിബിൾ ആയിട്ടുണ്ടാവും. ഷെഡ്യൂൾ റീഫ്രഷ് പവർ ബൈ സർവീസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടായിരിക്കും അത് പവർ ബൈ സർവീസിൽ മാത്രം എന്നുള്ള സിറ്റുവേഷൻ വരാനുള്ള റീസൺ? നമുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ, മാനുവലി ചെയ്യേണ്ട അത്രയും ആവശ്യം. അത് തന്നെ. അതായത് പവർ ബൈ ഡെസ്ക്ടോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഷെഡ്യൂൾ റീഫ്രഷിന്റെ ആവശ്യമില്ല. ആ സമയത്ത് എന്ത് ചെക്ക് ചെയ്താൽ മതി? മാനുവലി ചെയ്താൽ മതി. വൺസ് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി എന്തിന്റെ ആവശ്യം വരുന്നത്? ഷെഡ്യൂൾ റീഫ്രഷിന്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് പവർ ബൈ സർവീസിൽ മാത്രമേ ആരുണ്ടാകൂ? ഷെഡ്യൂൾ റീഫ്രഷ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അവിടെ മാത്രമേ അതിന്റെ കോൺഫിഗറേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവസാനം ആകുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതും ജസ്റ്റ് ഒരു സർവീസ് അക്കൗണ്ട് ഉണ്ടായാൽ പോരാ, അത് ലൈസൻസ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ മാത്രമേ ഷെഡ്യൂൾ റീഫ്രഷ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ലൈസൻസ്ഡ് അക്കൗണ്ട് തന്നെ ആയിരിക്കണം. അവിടെ 3 ടൈപ്പ് ലൈസൻസ് ആണുള്ളത്. അതിലൊന്ന് ഫ്രീ ആണ്, അതധികം പറയാറില്ല. ഫ്രീ യൂസർ എന്ന് കോൾ ചെയ്യും. സെക്കൻഡ് ലൈസൻസ് ആണ് പ്രോ, പിന്നെ വരുന്നതാണ് പ്രീമിയം. അതിൽ പ്രീമിയത്തിലാണ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രോന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, ഫ്രീയിൽ പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ജസ്റ്റ് അതിലോട്ട് പബ്ലിഷ് ചെയ്യാന്ന് മാത്രമല്ല, വേറൊന്നും. പ്രോയും പ്രീമിയമാണ് പേ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് വേർഷൻസ്. അതിലിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പ്രോ ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 8 ടൈം ഇന്റർവെൽ യൂസ് ചെയ്യാം. ഒരു ദിവസം 8 ഡിഫറെന്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റും റീഫ്രഷിന്. പ്രീമിയം ആണെങ്കിൽ 48 പാസ് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻസ് ഉണ്ടോ? പ്രോ കട്ടാണെങ്കിൽ പ്രീമിയത്തിന് 48 ഇന്റർവെൽ ഒരു ദിവസം പാസ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഹൈ എൻഡ് വേർഷൻ ആണ് പ്രീമിയം ലൈസൻസിങ്. ഇപ്പോൾ 2 ടൈപ്പ് റീഫ്രഷ്, മാനുവലും ഷെഡ്യൂളും. അതിൽ പവർ ബൈ സർവീസിലും മാത്രമുള്ളത് ആരാണ്? ഷെഡ്യൂൾ റീഫ്രഷ്. ക്ലിയർ ആണ് എല്ലാവർക്കും? അതിൽ പവർ ബൈ സർവീസിൽ മാനുവൽ റീഫ്രഷ് കൂടി ഉണ്ട് കേട്ടോ. മാനുവൽ 2 സ്ഥലത്തും ഉണ്ട്. പവർ ബൈ ഡെസ്ക്ടോപ്പിലും കിട്ടും, പവർ ബൈ സർവീസിലും ഉണ്ട്. എന്തിനായിരിക്കും സർവീസിൽ എന്തിനായിരിക്കും മാനുവൽ റീഫ്രഷ്? സർവീസിൽ ഓൾറെഡി ഷെഡ്യൂൾ റീഫ്രഷ് ഉണ്ട്, എന്നിട്ട് വീണ്ടും അവിടെ എന്തിനായിരിക്കും മാനുവൽ റീഫ്രഷ്? ഇപ്പൊ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ 2 മണിക്ക് ശേഷം അവിടെ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നു. പക്ഷെ ആ അപ്ഡേറ്റ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റൂ? 4 മണിക്ക് ശേഷം മാത്രമേ പവർ ബൈ ഷെഡ്യൂൾ റിഫ്രഷ് വർക്ക് ആവും. പക്ഷെ എനിക്ക് പെട്ടെന്ന് 3 മണിക്ക് എന്ത് ചെയ്യണം? മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ പെട്ടെന്ന് സഡൻ ചേഞ്ചസ് പവർ ബിയിലോട്ട് കൊണ്ടുവരേണ്ടത്. അതിനാണ് സർവീസിന്റെ അകത്തും എന്ത് കൊടുത്തിരിക്കുന്നത്? മാനുവൽ റീഫ്രഷ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ റീഫ്രഷും ഷെഡ്യൂൾ റീഫ്രഷ് എവിടെയുണ്ട്? പവർ ബൈ സർവീസിലുണ്ട്. ഡെസ്ക്ടോപ്പിൽ മാത്രമുള്ളത് ആരാണ്? മാനുവൽ റീഫ്രഷ് മാത്രം. ക്ലിയർ ആണല്ലോ അവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങൾ? ക്ലിയർ ആണ്. ഓക്കെ. ഇനി അവിടെ ഒരു ടൈപ്പ് ഓഫ് റീഫ്രഷ് കൂടിയുണ്ട്. നിങ്ങൾ മാനുവൽ റീഫ്രഷ് ചെയ്താലും ഷെഡ്യൂൾ റീഫ്രഷ് ചെയ്താലും അവിടെ വീണ്ടും അടുത്തൊരു ഇഷ്യൂ ഫേസ് ചെയ്യും. അത് എപ്പോഴും ഫേസ് ചെയ്യില്ല, വലിയ ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ. അതായത് ഒരുപാട് വർഷത്തെ ഡാറ്റയ്ക്ക് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 2010 മുതൽ 2025 വരെയുള്ള സെയിൽസിന്റെ ഡാറ്റയുണ്ട്. 2010 തൊട്ട് 2025 വരെയുള്ള സെയിൽസിന്റെ ഡാറ്റയുണ്ട്. ഈ ഡാറ്റ നിങ്ങൾ ഇന്നത്തെ സെയിൽ കൂടെ ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 2010 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. റീഫ്രഷ് ആകുമ്പോഴേക്ക് എന്താവും? ഒരുപാട് സമയമാവല്ലേ? എല്ലാ ടേബിളും ഇങ്ങനെ ഓരോന്ന് റീഫ്രഷ് ചെയ്ത് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസ് ചെയ്യണം. നമുക്ക് എവിടുത്തെ ഡാറ്റ മാത്രം ചെയ്താൽ മതി? 2025 ഡേറ്റിനെ മാത്രം റീഫ്രഷ് ചെയ്താൽ മതി. ആരാവശ്യമില്ല? 2010 തൊട്ട് 2024 വരെയുള്ള ആൾക്കാരെ റീഫ്രഷ് ചെയ്യണ്ടാവും. 25 ആൾക്കാരെ മാത്രം റീഫ്രഷ് ചെയ്താൽ മതി.
അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് റീഫ്രഷ് കൂടിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻക്രിമെന്റൽ റീഫ്രഷ്. ഇൻക്രിമെന്റ് ആയതിനെ മാത്രം റീഫ്രഷ് ചെയ്യുക, അല്ലാത്തതിനെ അവിടെ ഫിക്സഡ് ആക്കി വെച്ചിട്ട് നമ്മൾ പറയും ഇത്ര ഡേറ്റ് റേഞ്ചിന്റെ അകത്തുള്ള ആളെ മാത്രം റീഫ്രഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവസാനത്തെ 7 ദിവസം നടന്ന കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് റീഫ്രഷ് ചെയ്താൽ മതി. അതിന് മുമ്പിൽ ആൾക്കാർക്ക് എന്തായിരിക്കും കോഡ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റീഫ്രഷ് ടൈം അവിടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് റീഫ്രഷിന്റെ കൺസെപ്റ്റ് ആണ് ഇൻക്രിമെന്റൽ റീഫ്രഷ്. ഇപ്പോൾ ക്ലിയർ ആണ് 3 ടൈപ്പ് റീഫ്രഷ്: മാനുവൽ, ഷെഡ്യൂൾ, ഇൻക്രിമെന്റൽ. ഇൻക്രിമെന്റൽ റീഫ്രഷ് നമ്മൾ പവർ ബി ഐ സർവീസിൽ തന്നെയാണ് കോൺഫിഗർ ചെയ്യുക. പവർ ബി ഐ ഡെസ്ക്ടോപ്പിലാണ് കോൺഫിഗർ ചെയ്യുക, സർവീസിലല്ല. ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ഇൻക്രിമെന്റൽ കോൺഫിഗർ ചെയ്യുക. അവിടെ മാത്രം പറ്റുന്ന ആരാണ് ഷെഡ്യൂൾ റീഫ്രഷ് ആയിരിക്കും, പവർ ബി ഐ സർവീസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റോറേജ് മോഡും പഠിച്ചു, അതിൽ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുള്ള 3 മെത്തേഡും പഠിച്ചു. ഇതാണ് സ്റ്റോറേജ് മോഡ്. ഇമ്പോർട്ട് മോഡും അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു റിയൽ ടൈം ഡാറ്റ അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ. അത് കൊണ്ടുവരാൻ നമ്മൾ ആരെ യൂസ് ചെയ്തു, റീഫ്രഷ് ടെക്നിക്ക്. 3 ടൈപ്പ് റീഫ്രഷ് ഏതൊക്കെയാ? മാനുവൽ, ഷെഡ്യൂൾ, ഇൻക്രിമെന്റൽ. അപ്പൊ എല്ലാവർക്കും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. സർ അപ്പോൾ ഇന്ന് എനിക്ക് ഇപ്പോൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് വേറെ ചെറിയൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ സഡൻ ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ 1 o'clock സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന് കുറച്ചുകൂടെ കണ്ടിന്യൂസ് വേർഷൻ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നാളത്തെ ക്ലാസ്സിന്റെ കാര്യം ഇൻഫോം ചെയ്യാം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലയോ കാര്യം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇൻഫോർമേഷൻ വരും. ഇല്ലെങ്കിൽ നാളെ ഇപ്പം ക്ലാസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് ക്ലാസ് വരുന്നത്, ലീവ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ദിവസം മുതൽ എല്ലാവരും പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. നാളെ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണ്. ഓക്കെ, ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you. Thank you, sir. Thank you, sir.